ോട് ചിന്തിച്ചു പോവുകയാണ്. ആ പ്രിയപ്പെട്ട ശുഐബിന്റെ കുടുംബത്തിന്റെ സങ്കടപ്പാടിന്റെ പക്ഷത്തല്ല, ആ ശുഐബിന്റെ കുടുംബത്തിന്റെ വേദനിക്കുന്ന കണ്ണുനീരൊപ്പുന്നതിന്റെ പക്ഷത്തല്ല. പിന്നെയും അവിടെ ശുഐബിനെ പറ്റിയിട്ട് ഇങ്ങനെ വല്ലാത്തൊരു അവസരടിയാം. എന്നിട്ട് അവിടെ ഈ പ്രസ്ഥാനത്തെയാണ് കൊച്ചാക്കി കാണുന്നത്. ശുഐബിന്റെ മയ്യത്ത് കൊണ്ട് അതേ കാന്തപുരം ഉസ്താദിന്റെ അനുയായികൾ പുല്ലരുകളി കളിച്ചു എന്ന ആരാ ഇത് പറയുന്നത്? പടച്ചോനെ, വലിയ അത്ഭുതമുണ്ട്. ശുഐബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവിതകാലത്ത് ആ ശുഐബിനെ നിലം പരിശാക്കുമെന്ന് പറഞ്ഞവരാണ് ഇത് പറയുന്നതെങ്കിൽ, ആ ശുഐബ് പുഴയന്നൂരിലെ പള്ളിയിൽ നിസ്കരിക്കുന്ന സമയത്ത് പള്ളിയിൽ കയറി പിറകിൽ വെച്ചുകൊണ്ട് ശുഐബിനെ മർദ്ദിച്ചവരാണ് ഈ സ്നേഹപ്രകടനം നടത്തുന്നതെങ്കിൽ, ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ച് പറയുന്നതല്ല, പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് പറഞ്ഞു പോവുകയാ. ആ സമയത്ത് ശുഐബിന്റെ മയ്യത്ത് അവിടെ കൊണ്ടുവന്നപ്പോ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ശുഐബിന്റെ മയ്യത്ത് അത് കുളിപ്പിക്കാൻ അതേ മർക്കസിന്റെ കീഴിലുള്ള പള്ളിയും അതിന്റെ സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ സിദ്ദീഖിനോടാണ് പറഞ്ഞിരിക്കുന്നത്. ആ സിദ്ദീഖിനോട് പറഞ്ഞ സമയത്ത് സിദ്ദീഖ് പറഞ്ഞത്, അവൻ SYSകാരനാണ്, കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തകനാണ്, അതുകൊണ്ട് എനിക്കതിൽ സന്തോഷമാണ്. ശുഐബിന്റെ മയ്യത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നേരെ അതേ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി മർക്കസിന്റെ കീഴിലുള്ള പള്ളിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ശുഐബിന്റെ മയ്യത്ത് കഫൻ ചെയ്തിട്ട് കാന്തപുരം ഉസ്താദ് ഉണ്ടാക്കി വെച്ച പള്ളിയുടെ മേൽത്തട്ടിൽ കൊണ്ടുവന്ന് കടത്തിയപ്പോ അവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രഗത്ഭന്മാരായ MM ഹസൻ അടക്കമുള്ള നേതാക്കളുണ്ട്. ഞാനവിടെ മയ്യത്ത് കടത്തിയിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ പറഞ്ഞു, ആരാണ് ശുഐബ് എന്ന് ഞാൻ പറഞ്ഞതിൽ ശുഐബിനെ ഞാൻ പരിചയപ്പെടുത്തിയത് ശുഐബിന്റെ സാന്ത്വന സേവനമാണ്. കോൺഗ്രസ് നേതാക്കളുടെ കണ്ണിൽ നിന്ന് വെള്ളമിടുകയാ. സിദ്ദീഖിനോട് പറഞ്ഞു, നിങ്ങളുടെ പരാമർശം എന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു പോയി. ശുഐബിന്റെ ആ സേവനത്തെ വല്ലാതെ ഞങ്ങളുടെ മനസ്സിനെ കാടത്തിൽ ഇറക്കിക്കളഞ്ഞു നിങ്ങളുടെ വാക്കുകൾ. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരാലോചിക്കണം. ശുഐബിനെ കേരളം അറിയപ്പെടുന്നത് സാന്ത്വനത്തിന്റെ പേരിലാണ്. ശുഐബിന് സാന്ത്വനം ചെയ്യാൻ കൽപ്പുറ്റ സംഘടനയാണ് SYS. അതെ, അതിനു വേണ്ടുന്ന ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പക്ഷെ ആംബുലൻസ് എന്ന് പറഞ്ഞ സാധനം എമർജൻസി എവിടുന്നാ കിട്ടുക, എപ്പോഴാ കിട്ടാതും പറയാൻ പറ്റൂല. SYSന്റെ കീഴിൽ ഇഷ്ടം പോലെ സാന്ത്വനം ആംബുലൻസ് ഉണ്ട്. അതെ, അതുപോലെ തന്നെ മറ്റു പല സംഘടനയുടെ കീഴിലുമുണ്ട്. അതാരെവിടെ വെച്ചിട്ട് എപ്പോഴാണ് രോഗിയാകുക, ആരെ ഏത് ആംബുലൻസിലാ കൊണ്ടുപോകുക എന്നൊന്നും പറയാൻ പറ്റൂല. അതിനൊന്നും ആരും മത്സര ബുദ്ധിയൊന്നും ആക്കണ്ട. ശുഐബിനെ കൊണ്ടുപോയ ആംബുലൻസ് ഒന്നും ആരും ഫ്രീ ആയി കൊണ്ടുപോയതൊന്നും അല്ല, മാന്യമായി വാടക കൊടുത്തിട്ട് മാത്രമേ ശുഐബിന്റെ മയ്യത്ത് കൊണ്ടുപോയിട്ടുള്ളൂ. ശുഐബിനെ ആ രീതിയിലൊന്നും ആരും താഴ്ത്തിക്കെട്ടാനൊന്നും ശ്രമിക്കേണ്ടതില്ല. ശുഐബ് അന്തസ്സുള്ളൊരു പ്രസ്ഥാനത്തിന്റെ അനുയായിയാണ്. ശുഐബ് അഭിമാനമുള്ളൊരു ആദർശ പ്രസ്ഥാനത്തിന്റെ കൂട്ടാളിയാണ്. ആ ശുഐബിനെ കേരളം നെഞ്ചിലേറ്റിയത് ശുഐബിന്റെ സാന്ത്വന സേവനത്തിലൂടെയാ. ആ ശുഐബ് നിർത്തി പ്രവർത്തിച്ചിരിക്കുന്ന സാന്ത്വന സേവനങ്ങൾ അതാരെയും ഫിത്ന പറയാൻ വേണ്ടി പോയതല്ല, ആരുടെയും ഗീബത്ത് പറയാനല്ല, ആരുടെയും നമീമത്ത് പറയാനല്ല, ആരെയും പരദൂഷണം പറയാനല്ല. ആ ചെറുപ്പക്കാരൻ തന്റെ ജീവിതത്തിൽ കണ്ടെത്തിയ ഒരു സ്ട്രൈറ്റ് റൂട്ടുണ്ട്, അത് സുന്നത്ത് ജമാഅത്താണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയാണ് ശുഐബ് നെഞ്ചിലേറ്റിയത്. ആ സംഘടനയുടെ വഴിയാണ് ശുഐബ് പോയത്. ആ സംഘടനയുടെ വഴിയിലൂടെയാണ് ശുഐബ് പ്രവർത്തിച്ചത്. ആ ശുഐബ് ആ രീതിയിൽ അങ്ങ് എത്തിയപ്പോ അതേ എന്നോട് ആ സന്ദർഭത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാര് പോലും പറഞ്ഞു, ഇത്രയും വലിയൊരു ജനനിബിഡമോ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമാണ്. ശുഐബിന്റെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി ഒഴുകിയെത്തിയിരിക്കുന്ന 10,000 ആ ശുഐബ് ചെയ്ത പ്രവർത്തനത്തിന്റെ വിലയാണ് മക്കളെ. ഞാൻ എന്റെ പ്രിയപ്പെട്ട SYSന്റെ പ്രവർത്തകന്മാരോട് ചോദിക്കുകയാ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാരോട് ചോദിക്കുകയാ, എന്റെ പ്രിയപ്പെട്ട SSFന്റെ പ്രവർത്തകന്മാരോട് ഞാൻ ചോദിക്കുകയാ, നമ്മിൽ ഒരാൾ മരിച്ചിട്ട് പെടിയന്നൂര് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി മറവ് ചെയ്താൽ ആ ശുഐബിന്റെ ഖബറിൽ എത്തിയതുപോലെ ആളെത്താനുള്ള വല്ല വഴിയുമുണ്ടോ? അതെ, ആ ശുഐബിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ 10,000 ഒഴുകിയെത്തതുപോലെ എന്റെ ഒരു മയ്യത്ത് നിസ്കരിക്കാൻ ഒരു 100 ആളെത്താൻ വല്ല വഴിയുമുണ്ടോ? ആ ശുഐബിന് കിട്ടിയ തഹ്ലീൽ എത്രയാ? ആ ശുഐബിന് കിട്ടിയ ഖത്മുൽ ഖുർആൻ എത്രയാ? ആ ശുഐബിന് കിട്ടിയിരിക്കുന്ന ദിക്റുകൾ എത്രയാ? തസ്ബീഹുകൾ എത്ര, ഇസ്തിഗ്ഫാറുകൾ എത്രയാ? കയ്യും കണക്കുമില്ല. ശുഐബിനെ ജീവിതത്തിൽ കാണാത്ത വീട്ടിന്റെ അകത്തളത്തിലുള്ള ഒരു ഉമ്മ പോലും അറിയാതെ പറഞ്ഞു പോകുന്ന അല്ലാഹ് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അവരാരും
ശുഐബിനെ നേരിട്ട് കണ്ടിട്ടില്ല. ശുഐബിന്റെ മുഖം മരിച്ചതിന്റെ ശേഷം ഫോട്ടോയിലാണ് കാണുന്നത്. പക്ഷേ ശുഐബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു കാന്തശക്തിയെപ്പോലെ മനസ്സിലിട നേടിപ്പോയതാണ് ശുഐബ്. ആ ശുഐബ് സാന്ത്വനത്തിലൂടെയാണ് വളർന്നു വന്നതെങ്കിൽ ഈ പ്രസ്ഥാനം മുൻകൂട്ടി കാണുകയാണ്. ശുഐബിന്റെ ആഖിറത്തിൽ പ്രതിഫലം കിട്ടാൽ ആ ശുഐബിന്റെ വഴിയെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്നവർക്ക് പ്രവർത്തിക്കാൻ ഏറ്റവും നല്ല ഫീൽഡ് SYS മുന്നോട്ട് വെക്കുന്ന സാന്ത്വന പ്രവർത്തനങ്ങളാൽ അതിനുള്ളൊരു കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനമാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അതാരുടെയും വീട് നന്നാക്കാനല്ല, ആരുടെയും കുടുംബം പോറ്റാനല്ല, കഷ്ടപ്പെടുന്നവരുടെ വീട് നോക്കാനാ, രോഗികൾക്ക് മരുന്ന് കൊടുക്കാനാ, വിശക്കുന്നവർക്ക് അന്നം കൊടുക്കാനാ, കഷ്ടപ്പെടുത്തുന്നവരുടെ പക്ഷത്ത് നിൽക്കാനാ. അല്ലാഹു എളുപ്പത്തിൽ വിജയിപ്പിക്കുമാറാകട്ടെ.